ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായി ഇരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഏതായാലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ നോക്കിയാലും നമ്മുടെ കടലിന്റെ മക്കൾ വല്ലാത്ത ആശങ്കയിലാണ്. കാരണം കടല് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് ഏറ്റവും പ്രധാനം. സർ, നമുക്കറിയാം മത്സ്യത്തൊഴിലാളികള് ഒരു കാലത്തും ദാരിദ്ര്യം വിട്ടുമാറാത്തൊരവസ്ഥയിൽ കഴിയുന്നൊരു വിഭാഗമാണ്. എല്ലാവർക്കും ആ വിഭാഗത്തിന്റെ പ്രയാസങ്ങൾ അറിയാവുന്നതാണ്. സർ, ഈ മത്സ്യബന്ധനത്തിന് സൗകര്യമില്ലാത്ത പഞ്ഞമാസങ്ങളാകുമ്പോൾ, ട്രോളിംഗ് നിരോധനവും കൂടി വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അവരെ സഹായിക്കാൻ തയ്യാറാകാറുണ്ട്. ട്രോളിംഗ് നിരോധനം മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, കടൽക്ഷോഭം വരുന്ന നിലയുണ്ട്. ഇതൊക്കെ വലിയ തോതിൽ മുഴുപട്ടിണിയിലേക്ക് തന്നെ ആ വിഭാഗത്തെ എടുത്തെറിയുന്ന നിലയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ഞമാസ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്ന നില നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്നത്. സർ, ഇവിടെ അത് കൃത്യമായി നൽകിയില്ല എന്നതാണ് ബഹുമാനായ സജി ചെറിയാൻ ഇവിടെ ഉന്നയിച്ച പ്രശ്നം. സർ, മെയ് മുതൽ ജൂലൈ വരെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 3 ഗഡുക്കൾ നൽകുക എന്നതാണ് സ്വീകരിക്കുന്ന നില. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ ചിലയിടത്ത് തുടങ്ങി, ചിലയിടത്ത് തുടങ്ങാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുമെന്നല്ലാതെ എപ്പോഴേക്ക് നൽകുമെന്ന് പറയാൻ പറ്റിയില്ല. സർ, ഈ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഉള്ളതാണ്. ഈ ഗുണഭോക്തൃ വിഹിതം ഒടുവിൽ കിട്ടിയിട്ടുള്ളത് 21 കോടിയോളം രൂപയാണ്. സർ, ഈ പറഞ്ഞതുപോലെ ഗുണഭോക്തൃ വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും കേന്ദ്ര വിഹിതവും 1500 രൂപ വീതമാണ് കണക്കാക്കിയിട്ടുള്ളത്. രൂപ ധനസഹായം നൽകുന്നത് 6000 രൂപയായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ഈ തുക കൃത്യമായി വിതരണം ചെയ്തില്ല എന്നതാണ് ബഹുമാനനായ സജി ചെറിയാൻ ഇവിടെ ഉന്നയിച്ചത്. ഈ വിതരണം ചെയ്യാതിരിക്കൽ പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന ഒരു നടപടിയാണ്.